യുക്തിവാദ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കളിലൊരാളായ യു കലാനാഥൻ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. കേരള യുക്തിവാദി സംഘത്തിന്റെ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി സ്ഥാനങ്ങൾ ദീർഘകാലം വഹിച്ചിരുന്നു. CPM നേതാവായ കലാനാഥൻ 2 തവണയായി 10 വർഷം മലപ്പുറം വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു. ജംഷീർ കൊടിഞ്ഞിയുണ്ട് വിവരങ്ങൾ നൽകാനായി. ജംഷീർ, കലാനാഥൻ അന്തരിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത്. യുക്തിവാദി മേഖലകളിൽ മാത്രമല്ല പല മേഖലകളിലും കൈവച്ച പ്രശസ്തനായ ഒരാളാണ്. അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത തേടിയെത്തുമ്പോൾ ഏത് തരത്തിലാണ് അദ്ദേഹത്തെ അനുസ്മരിക്കുക ഈ ഘട്ടത്തിൽ? തീർച്ചയായിട്ടും ഈ യുക്തിവാദി സംഘത്തിന് ജനകീയ മുഖം നൽകുന്നതിൽ വളരെ വലിയ പങ്കുവഹിച്ച ഒരു വ്യക്തിത്വമാണ് യു കലാനാഥൻ. ദീർഘകാലം യുക്തിവാദിയുടെ സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആയിട്ടുണ്ട്. തിരുവനന്തപുരത്തിലെ വള്ളിക്കുന്ന് സ്വദേശിയാണ്. നേരത്തെ വള്ളിക്കുന്ന് പഞ്ചായത്ത് പ്രസിഡന്റായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് 2 ഘട്ടങ്ങൾ. അതായത് 1979, 84 ഘട്ടത്തിലും അതോടൊപ്പം തന്നെ 1995, 2000 എന്നീ ഘട്ടങ്ങളിലായി 10 വർഷത്തോളം അദ്ദേഹം വള്ളിക്കുന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുണ്ട്. ഈ ജനകീയാസൂത്രണ പ്രസ്ഥാനം ജനകീയമാക്കുന്നതിലും അദ്ദേഹം വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ വലിയ ജനശ്രദ്ധ നേടിയിരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിരവധി പുസ്തകങ്ങളും അദ്ദേഹം രചിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഈ സംഭാവനകളെ ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് 2019 അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ ആത്മാവ് സങ്കല്പമോ യാഥാർത്ഥ്യമോ, ജ്യോത്സ്യം ശാസ്ത്രമോ ശാസ്ത്രാഭാസമോ, മതം സാമൂഹ്യ പുരോഗതിയുടെ ശത്രു, ഇസ്ലാം മതവും യുക്തിവാദവും തുടങ്ങിയുള്ള പുസ്തകങ്ങളൊക്കെയാണ് അദ്ദേഹം രചിച്ചിരുന്നത്. ഏതായാലും ഈ യുക്തിവാദി പ്രസ്ഥാനത്തെ വളരെ ജനകീയമാക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് വളരെ വലുതായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇന്നിപ്പം അദ്ദേഹത്തിന്റെ മൃതദേഹം ഉച്ചയോടുകൂടി തന്നെ വള്ളിക്കുന്ന് പഞ്ചായത്ത് പരിസരത്ത് പൊതുദർശനത്തിന് വെക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ശരി, ജംഷീർ കൊടിഞ്ഞിയാണ് വിശദാംശങ്ങൾ നൽകിയത്.